ഇപ്പോൾ കഴിഞ്ഞ ദിവസം മഹാപഞ്ചായത്ത് നടന്നു. മഹാപഞ്ചായത്ത് എറണാകുളത്ത് നടന്നു. രാഹുൽ ഗാന്ധി വന്നു. ഇപ്പോൾ രാഹുൽ ഗാന്ധി ചില നേതാക്കളെ ശരിയായി ട്രീറ്റ് ചെയ്തില്ല എന്നൊക്കെ ഓൺലൈനിലൊക്കെ വന്നു. സത്യമുണ്ടോ? ഇല്ല, ഒന്നുമില്ല. ആരെയും രാഹുൽ ഗാന്ധി ആരെയും ട്രീറ്റ് ചെയ്യാതിരുന്നിട്ടില്ല. എല്ലാവർക്കും നല്ല തുല്യ പരിഗണന. ഇപ്പം അദ്ദേഹത്തിന്റെ അടുത്ത് കെ സുധാകരൻ ഇരുന്നപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് അദ്ദേഹത്തെ മാറ്റി വളരെ മാലിശാണ്. ഞാൻ എത്തുന്നതിന് മുമ്പ് രാഹുൽജിയുടെ അടുത്ത് സുധാകരനെ പിടിച്ചിരുത്തിയത് രാഹുൽജിയാണ്. സുധാകരൻ അവിടെ ഇരിക്കുന്നത് ഞാൻ ചെല്ലുമ്പോൾ ഞാൻ സുധാകരൻ്റെ അപ്പുറത്തിരുന്നു. രാഹുൽജിയുടെ അടുത്ത് സുധാകരൻ ഇരിക്കുന്നു, ഒരു വശത്ത് KC വേണുഗോപാൽ ഇരിക്കുന്നു, ഞാൻ അപ്പുറത്തിരിക്കുന്നു. ആ സമയത്ത് സുധാകരനും രാഹുൽജി ആയിട്ടുള്ള സംഭാഷണം പൂർത്തീകരിച്ച് കഴിഞ്ഞപ്പോൾ രാഹുൽജി എന്നോട് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എന്നോട് അടുത്തിരിക്കാൻ പറഞ്ഞു. അദ്ദേഹം ചില കാര്യങ്ങൾ എന്നോട് ചോദിച്ചു. വേറെ സ്വാഗത പ്രസംഗവും മറ്റുള്ളവരുടെ പ്രസംഗം വന്നപ്പോൾ വാട്ട് ഈസ് സ്പീക്കിംഗ് ഇതെന്നോട് ചോദിച്ചെന്നല്ല. സുധാകരൻ ഈസ് എ വെരി വെരി പ്രോമിനൻറ്റ് റെസ്പെക്റ്റബിൾ ലീഡർ. അതിന് യാതൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല. അദ്ദേഹം അവിടെ ഇരിക്കേണ്ടതാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ രാഹുൽജി ഇൻസിസ്റ്റഡ് മീ, അതുകൊണ്ട് മാത്രമാണ്. പിന്നെ അതുപോലെ പ്രസംഗത്തിൽ ശശി തരൂരിനെ മെൻഷൻ ചെയ്തു. ശശി തരൂര് ഇടയ്ക്ക് കോൺഗ്രസ് പാർട്ടിയോട് ചില അകൽച്ചയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ക്യാമ്പോട് കൂടി സജീവമായി രംഗത്ത് വന്ന ഒരാളാണല്ലോ. ഞാൻ ചോദിക്കട്ടെ, അതൊന്നും ഇന്റൻഷനൽ അല്ല. ആരെങ്കിലും ചിലപ്പോൾ പേരെഴുതി കൊടുക്കും. ഈ സീനിയർ ലീഡേഴ്സ്, നാഷണൽ ലീഡേഴ്സ് പ്രസംഗിക്കുമ്പോൾ ഒരു പക്ഷേ രാഹുലിന്റെ കണ്ണിൽ പെടേണ്ട ആളെ പേര് പറയുന്നിടത്ത് ചിലപ്പോൾ എഴുതി കൊടുക്കും, ചിലപ്പോൾ ഒരു പേര് വിട്ടുപോകും, ചിലപ്പോൾ അത് സ്വയമേ ഓർമ്മിച്ചിട്ട് വീണ്ടും കറക്റ്റ് ചെയ്യും. നത്തിങ് ഇന്റൻഷണൽ. ഒന്നും തരൂർ ഇനിയും പിണങ്ങാൻ സാധ്യതയുണ്ടോ? ഇല്ലില്ല, ഇണങ്ങാനാ സാധ്യത. ഇപ്പൊ ഒരു ഇണങ്ങലിന്റെ ട്രാക്കിൽ വന്നായിരുന്നു, ഇതോടുകൂടി മാറുമെന്നാണ്. ഇല്ല, കൂടുതൽ ഇണക്കത്തിലേക്ക് എത്തും. തരൂരും ഈ തെരഞ്ഞെടുപ്പിന്റെ സജീവമായ നേതൃനിരയിൽ ഉണ്ടാവും. ഇടയ്ക്ക് അദ്ദേഹം ഇവിടെ നേമത്ത് മത്സരിക്കുമെന്നൊക്കെയുള്ള ചില ശ്രുതികൾ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞല്ലോ, ഞാൻ UDF പ്രചരണത്തിനുണ്ടാവുന്നു. അദ്ദേഹം തന്നെ പറഞ്ഞു. MP-മാരെ ആ തരത്തിൽ മത്സരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് വേണം ഞാൻ മനസ്സിലാക്കാൻ. അത് നമുക്ക് ആലോചിക്കേണ്ട കാര്യം. അതേപോലെ തന്നെയാണ് ഇത് ഇതേ സംഭവം. ഒരു കാര്യം അഭിലാഷ് ഇപ്പൊ ചോദിച്ചു, വിജയസാധ്യത കൂടുതലുള്ളതുകൊണ്ട് സ്ഥാനാർത്ഥികളുടെ ആഗ്രഹികളും പലരും കൂടുതലുണ്ടാവും. എനിക്ക് തോന്നുന്നു 1 ഡസൻ MP-മാർക്കെങ്കിലും മത്സരിക്കാൻ ആഗ്രഹമുണ്ട്. കാരണം അടുത്ത മന്ത്രിസഭ എന്ന ഒരു സ്വപ്നം ഇപ്പൊ തന്നെ ഉണ്ട്. അപ്പോൾ മത്സരിക്കുക, മന്ത്രിയാവുക, കുറെ കാലമായിട്ട് അധികാരത്തിന് പുറത്തു നിന്ന പാർട്ടി എന്നുള്ള നിലയിൽ 10 കൊല്ലം അല്ലേ, മാത്രമല്ല കേന്ദ്രത്തിലും അധികാര സാധ്യതയില്ല. അപ്പോൾ മന്ത്രിയാവുക എന്നുള്ള ആഗ്രഹം നമുക്ക് അങ്ങനെ പാടില്ല എന്നൊന്നും ആരോടും പറയാൻ പറ്റില്ല. അപ്പൊ ഒരു ക്രൈസിസ് വരുമോ എന്നുള്ളതാണ്. ഇല്ല, ക്രൈസിസ് ഉണ്ടാവില്ല. ഒരു MP-ക്ക് അവസരം കൊടുത്താൽ ബാക്കിയുള്ള കാര്യത്തിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത്, ഞങ്ങളല്ല.